ഹായ്, നമസ്കാരം. എന്നാണ്ട് വിശേഷം? എല്ലാവരും നന്നായിരിക്കുന്നോ? ഞാൻ നന്നായിരിക്കുന്നു. അങ്ങനെ 2 ദിവസത്തെ പനിയുടെ ക്ഷീണമൊക്കെ കഴിഞ്ഞ് വീണ്ടും പനി പൊക്കിക്കൊണ്ട് വന്നേക്കാം. ഇതിനെ കൊണ്ട് ഞാൻ തോറ്റു. അപ്പോൾ നമുക്ക് എന്തായാലും പനീനെ കുറിച്ച് തന്നെ പറയാം. വല്ലപ്പോഴും വീണ് കിട്ടുന്ന ഒരു സാധനമാണ് എനിക്ക് പനി. ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ, ബാക്കി എൻ്റെ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ലീവൊക്കെ എടുക്കും. പിറ്റേന്ന് വന്നിട്ട് പനിയാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാണ്. കാരണം എനിക്ക് പനി വരാറില്ല. ഞാൻ സ്കൂളിലൊക്കെ വെച്ച് അങ്ങനെ ആബ്സെൻ്റ് ആയിട്ടേ ഇല്ല. ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകുന്ന കുട്ടിയായിരുന്നു. ഭയങ്കര പഠിപ്പിസ്റ്റാണെന്നൊന്നും അല്ല കേട്ടോ പറയണേ, അല്ലെങ്കിൽ പഠിപ്പിസ്റ്റേ ആയിരുന്നില്ല. ഞാൻ പറഞ്ഞത് ഞാൻ ലീവ് എടുക്കാറില്ല. എനിക്ക് സ്കൂളിൽ പോകാനും ക്ലാസ്സിൽ പോകാനും ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് പനി വരാറില്ല. അതുകൊണ്ട് തന്നെ പനി വരുന്നതൊക്കെ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ ഹോസ്പിറ്റലിൽ അങ്ങനെ കിടന്നിട്ടുള്ള എൻ്റെ പ്രസവത്തിന് വേണ്ടി മാത്രമാണ്. അതല്ലാതെ ഹോസ്പിറ്റലിൽ അങ്ങനെ പോയിട്ട് തന്നെ വളരെ വളരെ കുറവായിട്ട് പോയിട്ടുള്ളൂ. എപ്പോഴെങ്കിലുമൊക്കെ പനിച്ചിട്ടുണ്ടാവും കേട്ടോ. എനിക്കങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന ഇതുപോലൊരു പനി ഉണ്ടായത് നമ്മുടെ കോവിഡ് ഡേയ്സിൽ ആ ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു നല്ല പനി വന്നായിരുന്നു. അതൊരു അടിപൊളി പനിയായിരുന്നു. അതായത് ഞാൻ രാത്രിയിൽ പോയി ഉറങ്ങിയിട്ട് ഇടയ്ക്ക് എപ്പോഴും വാഷ്റൂമിൽ പോകാണ്ട് എഴുന്നേറ്റ് പോയി വന്നപ്പോഴത്തേനും ഇങ്ങനെ വിറച്ച് തുള്ളിയാണ് ഞാൻ തിരിച്ചു വന്നത്. അവിടുന്ന് ഞാൻ കടപ്പായി പോയിട്ട് 2 ദിവസം ബെഡിൽ തന്നെയായിരുന്നു. അന്ന് കെട്ടിയോനായിരുന്നു ഇങ്ങനെ ബെഡിലൊക്കെ ചാരി ഇരുത്തി ഫുഡൊക്കെ വാരി തന്ന് കാര്യമായിട്ട് 2 ദിവസം എന്നെ നോക്കിയായിരുന്നു. ഇങ്ങനെ ആ ഒരു ഓർമ്മ അടിപൊളി ഓർമ്മയായിരുന്നു. ആ പനി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എനിക്ക് നല്ലോണം പനിച്ചത് ഇപ്പോഴാണ്. ഇത്തവണ മക്കളായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്ത്. അവർ ഫുഡൊക്കെ ആണെങ്കിൽ വാരി തന്നു. ഇത്തവണ അവരായിരുന്നു. കെട്ടിയൊരു ജോലിയൊക്കെ ആയിട്ട് തിരക്കിലായി പോയി കഴിച്ചു. തെരുമ്പിൻ്റെ മക്കളായിരുന്നു നല്ലോണം നോക്കി. ഇത്തവണത്തെ പനിയുമ്പോൾ അതുപോലെ തന്നെ നല്ലൊരു അത്യാവശ്യം നല്ല രീതിയിൽ പനിച്ചായിരുന്നു. അങ്ങനെ മൂടി പൊതിച്ച് കിടക്കുക, പനി വന്നിട്ട് അങ്ങനെ ആ ഒരു ചൂടിൽ പൊതിച്ച് കിടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്താണ് നിങ്ങളുടെയൊക്കെ പനി വിശേഷം? എന്നോട് പറയോ നിങ്ങളുടെ പനിയുടെ ഇങ്ങനെ നിൽക്കുന്ന ഓർമ്മകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം ശരി, ഞാൻ പോട്ടെ. ഇന്ന് സൺഡേ അല്ലേ, കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അടുത്ത വീഡിയോ ഞാൻ ഇനിയും വരും. ടാറ്റാ, ബൈ.